നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്തതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോന്നി അരുവാപുരം പഞ്ചായത്തിലെ കല്ലേലി ഒരേക്കർ ഭാഗങ്ങളിലെ ആളുകൾ. പ്രദേശത്ത് റേഷൻ കടയുണ്ടെങ്കിലും നെറ്റ്വർക്ക് പ്രശ്നം കാരണം റേഷൻ വാങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മെഷീനുമായി പലയിടങ്ങളിൽ ഇറങ്ങി നടന്നാണ് കടയുടമ റേഞ്ച് കണ്ടെത്തി ആളുകൾക്ക് റേഷൻ നൽകാൻ ശ്രമിക്കുന്നത്. BSNL ടവർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഗുണവുമില്ലെന്നാണ് നാട്ടുകാരുടെ ഭാഗം. ചിലപ്പോൾ വീട്ടിൽ വന്നാലും ഇല്ല, 1-2 ദിവസമൊക്കെ പിടിക്കും റേഷൻ കിട്ടാൻ. പണിക്ക് പോകുന്നുണ്ട്. ഉണ്ട്. പണി കളഞ്ഞിട്ട് നമ്മൾ വരേണ്ട അവസ്ഥ. പണി കളഞ്ഞേച്ച് വന്നാൽ അന്നില്ല, പിന്നെ നാളെ വരുവാ. നാളെ വരുമ്പോഴും ഇല്ലെന്നാ പറയുന്നത്. പിന്നെ എന്തോ ചെയ്യാനാ, ഇല്ല. 2-3 തവണ ഒരാൾക്ക് സാധനം കൊടുക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കടയിൽ വെച്ചൊന്നും കൊറ്റില്ല. ഇവിടുന്ന് കണ്ട അപ്പുറം ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൻ്റെ അവിടെ ചെന്നെങ്കിലേ റേഞ്ച് ഉള്ളൂ. പിന്നെ അങ്ങനൊരു അവസ്ഥയാണ്. വനത്തിൽ നിന്നൊക്കെ 3-4 കിലോമീറ്റർ താണ്ടി വരുന്നത്. അവിടെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ത് ചെയ്യാൻ? അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ കടക്കാരില്ല, ആൾക്കാർ കാർഡുകാരെല്ലാം വെളിയിൽ പോയി സാധനം വാങ്ങിക്കുക. ഇവിടെയൊക്കെ വന്നാൽ കിട്ടത്തില്ല. ആ ഒരു അവസ്ഥയില്ല. ഇല്ല ജീവട്ടോ, നോക്ക് ഇവിടെ നിൽക്കത്തില്ല. ഇല്ല നാട്ടില്ല. ഇത് ചെയ്യാനാ കിട്ടുന്ന 4 കിലോ അരി, അതിനുവേണ്ടി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവസ്ഥ ഇത് ആരോട് പറയണം. എല്ലാവരും എല്ലാ വാതിലുകളും മുട്ടി നോക്കി. BSNL വേറെ ഒന്നിനും റേഞ്ച് ഇല്ലാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്യായിരുന്നു. ഇതൊന്നും വയ്യാത്ത അവസ്ഥയാണ്. പറ്റത്തില്ല. അതൊരു ശാശ്വതമായ പരിഹാരം കണ്ടിട്ട് നടക്കത്തില്ല. കാരണം വെച്ചാൽ ഇവിടുത്തെ റേഷൻ കടയിൽ നിന്ന് പോവും. കല്ലേലി, ഒരേക്കർ എന്നിവിടങ്ങളിൽ BSNL ടവർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഗുണവുമില്ല. റേഷൻ കടയിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചീത്തോടെ തിരിച്ചു പോവുകയാണ്. പുള്ളി കിടന്ന് രാവിലെ മെനക്കെട്ട് 10-15 കിലോമീറ്റർ വണ്ടി പിടിച്ചുകൊണ്ട് വരുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അവർ പറയുന്നത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവർ വെള്ളം പതിഞ്ഞില്ലെങ്കിൽ അവർ സാധനം തരത്തില്ല. ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച ഇവിടെ നടക്കുക ഒരു 5 കിലോ അരിക്ക് വേണ്ടി ഇതുവരെ നമുക്ക് കിട്ടിയില്ല. ഒരു വീട്ടിലൊരു കാര്യം തന്നെ അത്യാവശ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കുന്ന കൂട്ടത്തിൽ 4 പ്രാവശ്യം കട്ടായി പോകും. ഒരു കാര്യം പറയണമെങ്കിൽ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വീട്ടിൽ കയറ്റത്തുള്ളൂ. ചിലപ്പം അവർ വളർക്കുന്ന വേറെ നമ്മൾ വല്ലതും പറഞ്ഞാൽ നടക്കുന്നത്. ഒരാൾ ആശുപത്രിയിലാണെങ്കിലും പറഞ്ഞണമെന്നുണ്ടെങ്കിലും നമ്മൾ അറിയത്തില്ല, കാര്യങ്ങൾ അറിയത്തില്ല. പല ആവശ്യത്തിൻ്റെ ഉന്നതപ്പെട്ട അധികാരികൾക്ക് തന്നെ നമ്മൾ രേഖാമൂലമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ വരുന്നെന്ന് പറയും ഞങ്ങൾക്ക് ശരിയാക്കി തരാം. നാളിതുവരെ ആയിട്ടും ഇത് ശരിയായിട്ടില്ല. തോട്ടം തൊഴിലാളികൾ ധാരാളമുള്ള പ്രദേശമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളും പ്രതിസന്ധിയിലാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾ തോട്ടം തൊഴിലാളിയാ, രാവിലെ പണിക്ക് പോകുന്നവരാ. എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾ എന്തെങ്കിലും ഫോൺ വിളിക്കുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റേഞ്ച് ഇല്ല. ഒരു അപകടം എന്തെങ്കിലും വന്നാൽ അങ്ങോട്ടും വിളിച്ച് പറയാനും പറ്റത്തില്ല. പിന്നെ ഒരാൾ വിളിച്ച് വന്നു നോക്കിയാലേ പറ്റത്തുള്ളൂ. പിള്ളേർക്ക് വലിയ പാടാണ്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്. പിള്ളേർ ട്യൂഷനൊക്കെ പോകണമെങ്കിലും ഒന്ന് വിളിച്ചാലും അത് സാർമാർ ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിനൊന്ന് പിള്ളേരോട് പറയാനോ, പിള്ളേർക്ക് പാഠം പറഞ്ഞു കൊടുക്കാനോ, ഒരു സ്കൂളിലെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ വിളിച്ച് അറിയിക്കുമല്ലോ. അങ്ങനെ കിട്ടത്തില്ല. റേഞ്ചില്ല കാരണം നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. ന്യൂസ് മലയാളം, പത്തനംതിട്ട.